അന്നോട് ഞാൻ പറഞ്ഞാലടി മുറുക്കാൻ മുറുക്കടി എന്റെ പറമ്പേക്ക് തുപ്പരുതെന്ന്. നിന്റെ പറമ്പേക്ക് ഞാൻ തുപ്പും ചെയ്യും തൂറും ചെയ്യും. എന്താടി ചെയ്യല്? എടി കുരിപ്പ ഇജ്ജ് എന്റെ അതിരിന് തുപ്പിയാ മതി, എന്റെ അതിലേക്ക് തുപ്പണ്ടടി. ആ എന്നാ ഞാൻ കാണിച്ചു തരാം. എന്റെ അച്ഛനെ പറ്റിച്ചോളടി പാട്ടി. ആ എടി ഇജി അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അച്ഛന്റെ മോതിരഞ്ചടി കയ്യിന്റെ വിരലുള്ള മോതിരം ഊരിയോളല്ലടി ജി. വലിയ വർത്താനം പറയണ്ട. ഇന്റെ അതിരിൽ ഞാൻ തുപ്പോടി. വല്ലാതെ ചിലക്കണ്ടടി. ഇജ് അച്ഛൻ വയ്യാതെ കിടക്കുമ്പോ തള്ളാമ്പരല് അരിഞ്ഞു കൊണ്ടുപോയിട്ട് ആധാരത്തിൽ കുത്തിയോളല്ലടി ജി കുരിപ്പ. കുട്ടിയെടുത്തിയേ കുട്ടിയെടുത്തിയേ ഇങ്ങോട്ട് വരി. ഇവിടെ പറയുന്നത് കേട്ടില്ലേ? എന്താ ഇവിടെ നടക്കണത്? നേരെ വെളുത്തിട്ടല്ലേ ഉള്ളൂ. ഒന്നുകൂടെ ഓളം മിണ്ടാതെക്ക, അല്ലെങ്കിൽ ഈ മിണ്ടാതെക്ക. ഇന്നതിലേക്ക് ഒന്നും കണക്കാക്കണ്ട. കുട്ടിയേക്ക് പോവരുത്, കുട്ടിയേക്ക് പോവരുത്. ഇന്നെ കണക്കാക്കണ്ട, ഇന്നെ കണക്കാക്കണ്ട. എന്താണ് നാറാനടിച്ചത് കഥ? ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ നേരം വെളുത്ത എന്നുള്ള പരിപാടി ഇത്? കുഞ്ഞേച്ചിയെ നമ്മളെ പറമ്പ് കേറിയിരിക്കണത്. അംസക്കോയെ ഏത് നായാണ് നമ്മളെ പറമ്പ് കയറിയിരിക്കണത്? വാടി കുഞ്ഞോളെ, നമുക്ക് ചോദിക്കണം നായിനോട്. കുഞ്ഞോളെ ഇവിടെ വാടി, ഇവിടെ ഇരിക്കുക ഇവിടെ. എന്താണ് ഏടത്തികളെ? ഞാൻ രാത്രി പണിഞ്ഞൊന്നല്ലേ, എനിക്കൊന്ന് കിടന്നു ഉറങ്ങണ്ടേ? കിടന്നുറങ്ങണല്ലേ? ഇത് രണ്ടും നന്നാവണ ലക്ഷണമില്ല. ജിവാ നീച്ച് പോടി പറഞ്ഞ്. മാറിനെടുത്തിയ തൃക്കാക്കരപ്പന വെച്ചമാര് ഇപ്പോഴും കൊലായ്മ തന്നെ ഇരിക്കല്ലേ? നിങ്ങളെ പെൻഷൻ കായിട്ടാ വന്നിക്കണത്. അന്നെ തന്നെയാണ് പെണ്ണുങ്കട്ടെ നാടനെടുത്ത് ഇവിടെ കാത്തിക്കണത്. ആ മുട്ടത്തലയാ, ഞാനാണ് മൂത്തത്. ഇങ്ങോട്ട് പാടാ മുട്ടത്തലയാ, ആദ്യം എനിക്കാണ് പൈസ. ഇങ്ങക്കൊണ്ട് വല്യമ്മ ഇതാ വരുന്ന അങ്ങട്ട്. ആദ്യം എനിക്ക് കൊണ്ടടാ, എന്നിട്ട് അങ്ങോട്ട് പോയാ മതി. 1000 പൈസ ഇരിക്കാ തരണ്ടേ? അലാക്കിന്റെ അവലും കഞ്ഞി. ഞാനേ രണ്ടാക്കുള്ള കായ് ഇവിടെ ബൊബ്ബേറെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും കൊണ്ട് എടുത്തോളിട്ടാ. വാടി കുഞ്ഞോളെ ഇരിക്കടി. അന്റെ കല്യാണക്കാരൊക്കെ എന്തായി മോനെ? ഏഴത്തിയെ കല്യാണക്കാര് ഞാൻ കുറെ നോക്കി. ഇനി കല്യാണം കഴിഞ്ഞാലുള്ള ചുറ്റുപാടൊന്നും എനിക്ക് അങ്ങനെ വലിയ വശമില്ല. അതുകൊണ്ട് ഞാൻ വല്ലാതെ നമുക്ക് മെനക്കെട്ടിട്ടില്ല. അണക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ നാറനാട്ടുണ്ടെങ്കിൽ ഞാനിട്ട് പറഞ്ഞയച്ചിരുന്നു. ഇനിയിപ്പോ എന്താ നമ്മള് ചെയ്യാ? സുഖോ ഈ 2 തള്ളാരി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. കുട്ടികൾക്ക് മര്യാദക്ക് പഠിക്കാൻ പറ്റണില്ല. ഈ അയൽവാസികൾക്ക് മുഴുവൻ അവരെ കൊണ്ട് ശല്യാണ്. 2 തൊള്ളാരി ഞാൻ ചവിട്ടിക്കൂട്ടും. ഇവിടെയല്ലേ ചവിട്ടേണ്ടത്, അവിടെ പോയി ചവിട്ടണോ? നിങ്ങളെ രണ്ടാളെ കൊണ്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ ശല്യയിക്കണേ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടെ ഈ ഗുണ്ടസുഖം ഇവിടുന്ന് പോവുള്ളൂ. ആർക്കാടാ ഞങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞത്? അവരെ വിളിച്ചിട്ട് പാടാ. എന്താ സുഖോ, നല്ലോണം കേട്ടില്ലേ? എന്റെ ഗുണ്ടായിസൊന്നും ആ തള്ളായിരത്തി ചിലവായില്ലേ? ഞാനൊന്നും കേട്ടിട്ടില്ല. ഞാൻ ചെവിയിൽ നന്നായിട്ട് പഞ്ഞി വെച്ചിരുന്നു.